ഹായ് ഫ്രണ്ട്സ്, കാർപ്പേഡിയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന UP സ്കൂൾ ടീച്ചർ എക്സാം അല്ലെങ്കിൽ UPSC എന്നും പറയാം 2023-24 ഈ ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും, അതുപോലെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകളെയും വേക്കൻസികളെയും അഡ്വൈസുകളും നിയമനങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് അനലൈസ് ചെയ്യുന്നത്. കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത്, കട്ട് ഓഫ് സയന്റിഫിക്കലി അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് ഒരു ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കലാണ്. ഇതങ്ങനെയല്ല, നമ്മൾ എല്ലാ വർഷങ്ങളും 2018, 2020 അതിൽ നിന്ന് 2020 മാറ്റം അഡ്വൈസിലായാലും കട്ട് ഓഫിലായാലും അപേക്ഷകരുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ നിലവാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അപേക്ഷകരുടെ മാറ്റം, കട്ട് ഓഫിന്റെ മാറ്റം, എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ഓഫിലേക്ക് കടക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് നമ്മൾ കട്ട് ഓഫ് പറയുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് വെറുതെ ഒരു കട്ട് ഓഫ് നമ്മൾ വായിൽ നിന്ന് എടുത്ത് വരികയല്ല. ഇത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഓൾറെഡി നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കമന്റ്സും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ എക്സാം ഞാനും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി, എന്നിട്ട് ഇന്നലെ നമ്മൾ നോക്കിയിരുന്നല്ലോ ഓരോ വിഷയത്തിന്റെയും ഒരു അനലൈസ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നലത്തെ വീഡിയോയിൽ ചില നോക്കിയാൽ മനസ്സിലാവും. ഓരോ സബ്ജക്ട് വൈസ് കട്ട് ഓഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ആവറേജിലി ഒരാൾ ഈ ഒരു എക്സാം ചെയ്യുകയായിരുന്നെങ്കിൽ എത്രമാത്രം കട്ട് ഓഫ് കിട്ടുമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കട്ട് ഓഫ് എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു കട്ട് ഓഫ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ ലെവലിലും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കായിരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ എത്ര കട്ട് ഓഫ് ആയിരുന്നു, അതിന് മുന്നേ എത്ര കട്ട് ഓഫ് ആയിരുന്നു, എത്ര അപേക്ഷകരുണ്ടായിരുന്നു, ലിസ്റ്റിൽ എത്ര, മെയിൻ ലിസ്റ്റിൽ എത്ര ആൾ ഉൾപ്പെടുത്തി, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫിൽ നിന്ന് ഈ പ്രാവശ്യം എത്ര മാറ്റം വരും, 2018 20 എത്ര മാറ്റം വന്നു, ടോട്ടൽ അഡ്വൈസുകളിൽ എത്ര പെർസെന്റേജ് മാറ്റം വന്നു, അപേക്ഷകരുടെ ഡിഫറൻസ് എത്ര വന്നു, ഇതിൽ നിന്ന് എല്ലാം വാല്യൂ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സിലബസ് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ആളുകൾ മാറിയിട്ടുണ്ട്, കണ്ടന്റ് മാറിയിട്ടുണ്ട്, ക്വാളിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് മാറിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു കട്ട് ഓഫിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ഓഫിലേക്ക് എത്തി. നിങ്ങൾക്ക് ജസ്റ്റ് കട്ട് ഓഫ് അറിഞ്ഞു പോയാൽ മതിയെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയുടെ കട്ട് ഓഫ് കാണാൻ മനസ്സിലാവും. പക്ഷെ ഈ വീഡിയോയിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കട്ട് ഓഫിലേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അല്ലാതെ എല്ലാവരും ഇടുന്നത് പോലെ തന്നെ ഒരു കട്ട് ഓഫ് പറച്ചിലാണ് നടത്തിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഞാൻ എങ്ങനെയാണ് മാർക്കുകൾ ഈ കട്ട് ഓഫിലേക്ക് എത്തിച്ച് എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഇന്നലത്തെ സിലബസിനനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും, GK ആണെങ്കിലും സയൻസിനാണെങ്കിലും മാത്സിനാണെങ്കിലും അങ്ങനെ ഡിഫറെന്റ് പോർഷനുകളിൽ എങ്ങനെയായിരുന്നു, എത്രമാത്രം അതിലൊക്കെ സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളിൽ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ. അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഭാഗം എത്രയായിരുന്നു എന്ന്. നമ്മൾ അതിൽ പറഞ്ഞൊരു കട്ട് ഓഫ് ഉണ്ട്, 60-ന് മുകളിലായിരിക്കും എന്നുള്ളത്. അതൊരു ജനറൽ കട്ട് ഓഫ് ആണ്, സ്റ്റേറ്റ് വൈഡ് കട്ട് ഓഫ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജില്ലാ വൈസ് ആണ്. ഓരോ ജില്ലയിലും എങ്ങനെയാണ് മാറ്റങ്ങൾ വരിക, അത് നമുക്ക് ഒരിക്കലും ജില്ലാ വൈസ് ഒരു ഒറ്റ ഒരു 60 മുതൽ 65 എന്ന് പറഞ്ഞ് നിർത്താൻ കഴിയില്ല. കാരണം ഓരോ ജില്ലയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പ്രാവശ്യം അപേക്ഷകർ കൂടിയിട്ടുണ്ട്, ചില ജില്ലയിൽ ഒഴിവ് കൂടുതലുണ്ട്, അപേക്ഷകർ കൂടുതലുണ്ട്, ചില ജില്ലയിൽ അപേക്ഷകർ കൂടിയിട്ടുണ്ട് പക്ഷെ ഒഴിവ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് നോക്കാൻ പോവുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വെച്ചാൽ, പ്രീവിയസ് അപ്ലിക്കൻസ് 18-20 ഒരു മുമ്പുള്ള അപ്ലിക്കൻസ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതിന് അതിൽ നിന്ന് വന്ന മാറ്റങ്ങളുടെ ഒരു അനാലിസിസ്, പിന്നെ പ്രീവിയസ് കട്ട് ഓഫ് 2018-20 എങ്ങനെ മാറ്റം വന്നു, അത് 20-ൽ നിന്ന് 24 എങ്ങനെ മാറാൻ പോകുന്നു എന്നുള്ളൊരു അനാലിസിസ്, പിന്നെ പുതിയ 2024 നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു സയന്റിഫിക് കട്ട് ഓഫ് അനാലിസിസ്, അത് എത്രയായിരിക്കും എന്നുള്ളത്. പിന്നെ അഡ്വൈസ് 2020 എങ്ങനെയായിരുന്നു, എത്ര പേരായിരുന്നു ലിസ്റ്റിൽ, അതിൽ നിന്ന് എത്ര ശതമാനം പോയിട്ടുണ്ട്, ഇതിൽ നിന്നൊക്കെയാണല്ലോ പുതിയ കട്ട് ഓഫ് വരുന്നത്. സോ പിന്നെ നമുക്ക് 2020 വേക്കൻസി നോക്കുന്നുണ്ട്, പിന്നെ
നമ്മൾ മൊത്തത്തിൽ ഈ വീഡിയോ സയന്റിഫിക് ആൻഡ് കോംപ്രഹെൻസീവ് അനാലിസിസ് ആണ്, വെറും ഡാറ്റ വെച്ചിട്ടുള്ളതാണ്. ഡാറ്റ വെച്ചിട്ടുള്ള കളികളാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഓരോ ഭാഗവും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോംപ്രഹെൻസീവ് ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് എത്തിയെന്നുള്ളത്. ഡാറ്റകൾ ഒരുപാട് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എങ്ങനെയാണ് എത്തിയെന്നുള്ളത് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. സോ നമുക്ക് ആ ഡാറ്റയിലേക്ക് ഒന്ന് നോക്കാം. ഇത്രയും ഡാറ്റയുണ്ട് നമുക്ക്. ഇതിൽ നിന്ന് ഓരോ ഭാഗമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കടന്നു പോകും. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ജില്ലാ വൈസ് 2024 എത്ര അപേക്ഷകരുണ്ടായിരുന്നു, 2020 എത്ര അപേക്ഷകരുണ്ടായിരുന്നു, അതിലെത്ര ഡിഫറൻസ് വന്നു, എത്ര പെർസെൻറ്റേജിന്റെ ഇൻക്രീസ് വന്നു എന്നാണ്. ആദ്യം തിരുവനന്തപുരം ജില്ല എടുത്ത് നോക്കിയാൽ 2020 7771 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 14,021 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതായത് 95% പേര് പേരുടെ ഒരു വർധനവ് വന്നിട്ടുണ്ട്. ഏകദേശം ഇരട്ടിയോളം ആളുകളുടെ അപേക്ഷകരിൽ കൂടിയിട്ടുണ്ട് എന്ന് സാരം. 6,850 അപേക്ഷകര് കൂടി. 7,771 അത്ര തന്നെ ആളുകൾ കൂടിയിട്ടുണ്ട്. കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ 7,706 പേരായിരുന്നു 20-ലെങ്കിൽ ഇപ്പൊ 9,501 പേര് മാറിയിട്ടുണ്ട്. 1,795 പേരുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുള്ളൂ. അതായത് 23.29% കൂടുതൽ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. വലിയൊരു മാറ്റം തിരുവനന്തപുരം കൊല്ലത്ത് വന്നിട്ടില്ല. അപ്പൊ കൊല്ലത്തുള്ള അപേക്ഷകരൊക്കെ എവിടെ പോയി എന്നുള്ളത് നമുക്ക് നോക്കണം. നമുക്ക് മനസ്സിലാക്കാം തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയിട്ടുണ്ട് കുറെ ആളുകൾ എന്നുള്ളത് അല്ലെ. ഇനി നമുക്ക് പത്തനംതിട്ട എടുത്ത് നോക്കാം. പത്തനംതിട്ട എടുത്ത് നോക്കിയാൽ 2020 2,336 പേര് അപേക്ഷകരാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 24-ലേക്ക് എത്തുമ്പോൾ 3,113 പേരായി. 777 പേരുടെ ഡിഫറൻസ്, അതായത് 33% വർധനവുണ്ടായിട്ടുണ്ട്. ആലപ്പുഴ എടുത്ത് നോക്കുകയാണെങ്കിൽ 3,154 പേരാണ് 20-ൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 7,677 പേരായി. 4,523 പേരുടെ അപേക്ഷകർ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലായി കൊല്ലത്തിലുള്ള ആളുകളും ഒക്കെ എങ്ങോട്ടാണ് വന്നിട്ടുള്ളതെന്ന്. ആലപ്പുഴയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് തെക്കൻ കേരളത്തിലുള്ള പലരും എന്ന് മനസ്സിലായി. 143% വർധനവാണ് ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. കോട്ടയം ജില്ല എടുത്ത് നോക്കുകയാണെങ്കിൽ 3,231 പേര് 4,900 എന്നുള്ള നമ്പറിലേക്ക് മാറി. 1,669 പേര് 51% വർധന. ഇടുക്കി നോക്കുകയാണെങ്കിൽ ഇടുക്കി കട്ട് ഓഫ് ഏറ്റവും കുറയുന്ന ഒരു മേഖലയാണ്. 2,609 ഉണ്ടായിരുന്നത് 3,022 ആയി. 1,313, അതായത് 50% പേര് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു നോർമൽ വർധനമാണ്. കാരണം അവിടെ കട്ട് ഓഫ് കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. സോ പക്ഷെ പെർസെൻറ്റേജിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ല. ദെൻ എറണാകുളം 6,384 പേരാണ് കഴിഞ്ഞ വർഷം 2020-ൽ. ഇത് 9,206 ആയി. 2,822 പേര് വർദ്ധിച്ചു. 44% വർധനവ്. തൃശ്ശൂർ 6,597 പേരാണ് തൃശ്ശൂർ 2020-ലെങ്കിൽ 12,077-ലേക്ക് കൂടി. അതായത് 5,480 പേര്. അപ്പൊ തെക്കൻ ജില്ലയിൽ നിന്നും വടക്കൻ കേരളത്തിൽ നിന്നും കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്. 83% വർധനവുണ്ടായിട്ടുണ്ട്. പാലക്കാട് എപ്പോഴും ഏറ്റവും വലിയ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്ന ഒരു ജില്ലയാണ്. ലിസ്റ്റിൽ കട്ട് ഓഫിലും 3 or 4 സ്ഥാനത്തൊക്കെ ആയിട്ട് വരുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. 8,321 പേരാണ് അപേക്ഷകരാണുള്ളത്. 12,672 പേരായിട്ട് വർദ്ധിച്ചു. 4,351 പേര് 52% വർധനവ് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പാലക്കാട് ജില്ലക്കാർ അവിടെ തന്നെ അപേക്ഷിക്കുന്നവരാണ് കൂടുതൽ. എങ്കിലും ഇപ്രാവശ്യം ചെറിയൊരു വർധനവ് 50% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മറ്റു ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ടാവാം, ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം 50% മുകളിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കത്തേക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ മലപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ മലപ്പുറം എന്നും മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള ഒരു അപേക്ഷകരും വരുന്ന ഒരു ജില്ല തന്നെയാണ്. 21,570. ഈ ലിസ്റ്റിൽ വെച്ച് എല്ലാ കാലഘട്ടങ്ങളിലും മലപ്പുറത്തായിരിക്കും അപേക്ഷകർ കൂടുതൽ. അത് ഇപ്രാവശ്യം തിരിച്ചിട്ടില്ല. 27,060, 5,490 പേരാണ് വർദ്ധിച്ചത്. എങ്കിലും അത് ശതമാനത്തിൽ നോക്കുമ്പോൾ 25% വർധനവാണ്. പക്ഷെ 25% വർധനവ് എന്ന് പറയുന്ന 5,490 എന്ന് പറയുന്നത് മറ്റു പല ജില്ലകളുടെയും വർധനവിന് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു വർധനവാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത കോഴിക്കോട് 9,861, 5,031. അവിടെയും വലിയൊരു വർധനവ് ഉണ്ട്. 5,170, 50% മുകളിൽ 52% വർധനവുണ്ട്. ഒരു 25% താഴെ വർധനവ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു വർധനവ് ഇല്ല എന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ.
അതുവരെയുള്ളത് 50% ആവറേജ് വർധനവുണ്ട്. 80% താഴെയാണെങ്കിൽ എബോ ആവറേജ് ഉണ്ട്. 100% മുകളിലുണ്ടെങ്കിൽ പക്ക വലിയൊരു വ്യതിയാനം അവിടെ വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. അടുത്ത വയനാട് എടുത്ത് നോക്കിയാൽ 3223 പേരാണ് ഉണ്ടായിരുന്നത് 20 എങ്കിൽ 4395 പേരാണ് ഇപ്രാവശ്യം. 1272 പേര് വർദ്ധിച്ചു 36% വർധനമാണ് വയനാട് ഉണ്ടായിരുന്നത്. അടുത്ത കണ്ണൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ 7396 പേരാണ് ഉണ്ടായിരുന്നത്, 9099 പേരായി 1703. ഞാൻ പറഞ്ഞില്ലേ 25% താഴെ വർധനവ് വന്ന ഒരു ജില്ലയാണ് ഈ കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണൂരിൽ കട്ട് ഓഫ് താഴാനുള്ളൊരു സാധ്യതയുണ്ട്. മുമ്പത്തതിനേക്കാളല്ല പറഞ്ഞത്, ഈ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പഴയ പ്രീവിയസ് കട്ട് ഓഫ് വെച്ച് പുതിയ കട്ട് ഓഫിലേക്കുള്ള അന്തരം വലുതായിരിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. കാസർഗോഡ് എടുത്ത് നോക്കിയാൽ ഒരുപാട് കാസർഗോഡും കോഴിക്കോടൊക്കെയാണ് പ്രാവശ്യം ഏറ്റവും കൂടുതൽ നിയമനം നടന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡിന്റെ അവസ്ഥ നോക്കിയാൽ 6399 പേരുണ്ടായിരുന്നു, 11487 പേരായി. ആ ഒരു പോയിന്റ് കൊണ്ടായിരിക്കണം കൂടുതൽ ആളുകൾ അവിടെ വന്നത്. 5088 പേരുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 79% ഒരു വർധനവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊത്തം കഴിഞ്ഞ 2020 32,927 പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 50,000 കടന്നു 53,464 പേരായി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അനലൈസ് ചെയ്യാൻ പോകുന്ന അടുത്തത് നമ്മൾ ഡിഫറൻസ് ഇൻക്രീസ്. നമ്മൾ പിന്നീട് ഇപ്പോൾ നമ്മൾ ഈ ഇൻക്രീസിന് നമ്മളൊരു വാല്യൂ പോയിന്റ് എടുത്തിട്ടുണ്ട്. 5 മാർക്കിലാണ് ആ വാല്യൂ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. 5 മാർക്കിൽ ഈ ഡിഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലാണ് വലിയൊരു ഡിഫറൻസ് കൂടി വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ തിരുവനന്തപുരത്ത്. ഇനി 2018 കട്ട് ഓഫ്. 2018 ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 53% 53.33 ആയിരുന്നു കട്ട് ഓഫ്. കൊല്ലത്ത് 48.67 ആയിരുന്നു. പത്തനംതിട്ടയിൽ 45 മാർക്കായിരുന്നു. ആലപ്പുഴയിൽ 48 ആയിരുന്നു. കോട്ടയത്ത് 50.33 ആയിരുന്നു. ഇടുക്കിയിൽ 41.33 ആയിരുന്നു. എറണാകുളത്ത് 50.67 ആയിരുന്നു. തൃശ്ശൂർ 51.33 ആയിരുന്നു. പാലക്കാട് 49.33 ആയിരുന്നു. 2018 കാര്യം പറയുന്നത്, 20 മലപ്പുറത്ത് 52 മാർക്കായിരുന്നു. കോഴിക്കോട് 54 മാർക്കായിരുന്നു. വയനാട് 45 മാർക്കായിരുന്നു. കണ്ണൂർ 51.33 മാർക്കായിരുന്നു. കാസർഗോഡ് 46.67 ആയിരുന്നു. 2018 എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ, ഒരു ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത് 54, അതായത് കോഴിക്കോടായിരുന്നു ഏറ്റവും കൂടിയ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും കൂടിയ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ ആയിരുന്നു വലിയ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് അന്ന് പാലക്കാട് 50 താഴെയായിരുന്നു. വയനാട് 45 മാർക്കും, വയനാട് 45 മാർക്ക്, കാസർഗോഡ് 46 മാർക്ക്, ഇടുക്കി 41 മാർക്ക്. ഇടുക്കിയിലായിരുന്നു ഏറ്റവും കുറവ് 41. കാസർഗോഡ്, വയനാട്, ഇടുക്കിയായിരുന്നു ഏറ്റവും കുറവ്. ഇനി നമ്മൾ നോക്കുന്നത് എത്ര അഡ്വൈസ് 2020 എത്ര അഡ്വൈസ് ഇതുവരെ പോയി എന്നുള്ളതാണ്. നോക്കുകയാണെങ്കിൽ 2020 തിരുവനന്തപുരം 308 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നത്. 308. കൊല്ലം 126, പത്തനംതിട്ട 35 അഡ്വൈസായി, ആലപ്പുഴ 127 അഡ്വൈസായി, കോട്ടയം 61 അഡ്വൈസായി, ഇടുക്കി 56 അഡ്വൈസായി, എറണാകുളം 139 അഡ്വൈസായി, തൃശ്ശൂർ 194 അഡ്വൈസായി, പാലക്കാട് 195 പേര് അഡ്വൈസ് ചെയ്തു, മലപ്പുറം 372, കോഴിക്കോട് 302, വയനാട് 63, കണ്ണൂർ 135, കാസർഗോഡ് 330. അപ്പോൾ മലപ്പുറവും കോഴിക്കോടും കാസർഗോഡും പിന്നെ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടന്നിട്ടുള്ളത്. അത് തന്നെ എടുത്തു പറയേണ്ട ഒരു ജില്ല കാസർഗോഡും കോഴിക്കോടും. മലപ്പുറത്ത് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് ഇനി നമുക്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് നമുക്ക് 385 പേരിൽ 308 പേരാണ് അഡ്വൈസ് ആയത്. 385 എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റും കൂടി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതേ മൊത്തം ലിസ്റ്റിലുള്ള പേരല്ല, മെയിൻ ലിസ്റ്റിലുള്ള പേരുടെ കൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലാണ് 385 പേര്. പിന്നെ SC ST അങ്ങനെ
ഉള്ള വിഭാഗത്തിൽ നിന്നും സപ്ലിമെന്ററിൽ നിന്നും പോകും. അതുകൊണ്ട് ഇനി 308ന്റെ മുകളിൽ നമ്പർ കണ്ടാലും 385ന്റെ മുകളിൽ നമ്പർ കണ്ടാലും ലിസ്റ്റ് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം സപ്ലിമെന്ററിൽ നിന്ന് പോവും. അതുകൊണ്ടാണ്. അപ്പോൾ 379 എവിടെയാണ്? കൊല്ലത്ത് 379, പത്തനംതിട്ട 142, ആലപ്പുഴ 192, കോട്ടയം 143, ഇടുക്കി 286 പേരായിരുന്നു ലിസ്റ്റിൽ. എറണാകുളം 292 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ 292 പേര്, പാലക്കാട് 430 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും വലിയ രണ്ടാമത്തെ ലിസ്റ്റ് ആയിരുന്നു അത്. പക്ഷേ അതിന്റെ പകുതിയോളം പേര് അഡ്വൈസ് ആയിട്ടുള്ള 50%. മലപ്പുറം 970 പേര് അഡ്വൈസായി റാങ്ക് ലിസ്റ്റിലുണ്ട്, മെയിൻ ലിസ്റ്റില്. കോഴിക്കോട് 301 പേര്, വയനാട് 298 പേര്, കണ്ണൂർ 294 പേര്, കാസർഗോഡ് 394 പേര്. ഇനി അഡ്വൈസിന്റെ പെർസെൻറ്റേജ് നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 80%, തിരുവനന്തപുരത്ത് 80% അഡ്വൈസ് നടന്നു. തിരുവനന്തപുരം അഡ്വൈസ് 80% നടന്നു. കൊല്ലം വരുമ്പോൾ അത് 33%, പത്തനംതിട്ട 24%, ആലപ്പുഴ 66%, കോട്ടയം 42%, ഇടുക്കി 19%, എറണാകുളം 47%, തൃശ്ശൂർ 66%, പാലക്കാട് 45%, മലപ്പുറം 38% ആയിട്ടേ ഉള്ളൂ. കോഴിക്കോട് 100%, അതായത് 302 പേരെ അഡ്വൈസ് ചെയ്തു. 301 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 260-270 മെയിൻ ലിസ്റ്റിൽ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുണ്ട് കോഴിക്കോട്. വലിയൊരു മാറ്റമാണ് കോഴിക്കോട് നടന്നിരിക്കുന്നത്. കോഴിക്കോട് അധികം ലിസ്റ്റ് തീരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ്. വയനാട് 298 പേരായിരുന്നു. കണ്ണൂർ 294 പേര് എടുത്തിട്ടുണ്ട്. കാസർഗോഡ് 394 പേര്. അതുപോലെ കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ ലിസ്റ്റ് തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റ് തീരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് 2020 കട്ട് ഓഫ്. 2020 കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 18 കട്ട് ഓഫ് 53 ആയിരുന്നു. 2018 കട്ട് ഓഫ് 53.33 ആയിരുന്നു തിരുവനന്തപുരത്തെങ്കിൽ. അത് 2020 എത്തുമ്പോൾ 61 മാർക്കായി. 7.67 മാർക്ക് കൂടിയിട്ടുണ്ട്. അതായത് 14% വർധനവ് ആണ് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. അടുത്തത് കൊല്ലം 48.67 മാർക്കായിരുന്നു 2018. അത് 2020 ആകുമ്പോൾ 63.33 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 14 മാർക്ക് 14.66 മാർക്ക് കൂടി 30% വർധനവ്. അത്യാവശ്യം നല്ലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 45 മാർക്ക് ഉണ്ടായിരുന്ന പത്തനംതിട്ടയിൽ 55 മാർക്കായിട്ട് കൂടി. അതായത് 10 മാർക്കിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 22% വർധനവ്. അടുത്തത് ആലപ്പുഴ 48 മാർക്കാണ് ഉണ്ടായിരുന്നത് 2018 2020 എത്തുമ്പോൾ 54.67 മാർക്കായി. 6.67 മാർക്കിന്റെ വർധനവ്, 13% വർധനവ്. കോട്ടയം എടുക്കുകയാണെങ്കിൽ 50.33 ആയിരുന്നു 2018 2020 എത്തുമ്പോൾ 55.67 ആയി. 5.34 മാർക്കിന്റെ വർധനവ്, 10% വർധനവ്. അടുത്തത് 2018 ഇടുക്കിയിൽ 41.33 മാർക്കായിരുന്നു. ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് 2018 രേഖപ്പെടുത്തിയ ഇടുക്കിയിൽ 41.33 ആയിരുന്നത് 2020 എത്തുമ്പോൾ 50.33 ആയി. 9 മാർക്കിന്റെ വർധനവ്, 21% വർധനവ്. അടുത്തത് എറണാകുളം 50.67 മാർക്കായിരുന്നു 2018 61.33 ആയി വർദ്ധിച്ചു. 10 മാർക്കിന്റെ വർധനവ്, 21% എറണാകുളത്തും വർദ്ധിച്ചിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ 51.33 മാർക്കായിരുന്നത് 61.33 ആയി. 10 മാർക്കിന്റെ വർധനവ്, 19% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അടുത്തത് പാലക്കാട് 49.33 മാർക്കായിരുന്നു, 50 താഴെയായിരുന്നു. അത് 60.33, 11 മാർക്ക് വർദ്ധിച്ച് 22% വർധനവിൽ കൂടിയ ഒരു ജില്ലയാണ് പാലക്കാട്. അടുത്തത് മലപ്പുറം 52 മാർക്കായിരുന്നു. അത് 10 മാർക്ക് കൂടി 62 ആയി. 2020 19% വർധന. അടുത്തത് 54 മാർക്കായിരുന്നു കോഴിക്കോട് 2018 അവിടെ 12 മാർക്ക് വർദ്ധിച്ച് 66 ആയി. വലിയൊരു
മാറ്റമുണ്ടായി, 22% വർധനവുണ്ടായി കോഴിക്കോട്. അടുത്തത് 63 മാർക്കായിരുന്നു 45 മാർക്കായിരുന്നു വയനാട്. ഇടുക്കി കഴിഞ്ഞാൽ മാർക്ക് കുറയാൻ പോകുന്ന ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് വയനാട്. വയനാട് 53.33 മാർക്കായി 8.33% വർധനവ് വയനാടുണ്ടായി. 18% വർധനവിൽ കുറവ് വർധനവുണ്ടായ ഒരു ജില്ലയാണ് വയനാട്. അടുത്തത് കണ്ണൂർ എടുത്തു നോക്കിയാൽ 51.33 മാർക്കായിരുന്നു വയനാട് ഉണ്ടായിരുന്നത്. അത് 13.67 വർദ്ധിച്ച് 26% വർധനവ് രേഖപ്പെടുത്തി 65 മാർക്കായി എവിടെ, കണ്ണൂരിൽ. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ 46.67 ആയിരുന്നു കട്ട് ഓഫ്. അതും തന്നെ 3, 4 സ്ഥാനത്തോ 5 സ്ഥാനത്തൊക്കെ വരുന്നതാണ് കാസർഗോഡ്. അത് 2020 എത്തുമ്പോൾ 61.67 ആയി 15 മാർക്കിന്റെ 32% വർധനവാണ്. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ വർധനവ് കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിച്ചിട്ടുള്ളത് 2018 20 നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇതിൽ ഈ ഡിഫറൻസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്ന ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് കൊല്ലാണ്. കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ വർധനവുണ്ടായ ഒരു ജില്ല. കൊല്ലം ജില്ലയിലാണ്. പിന്നെ കൊല്ലം ജില്ലയും കാസർഗോഡ് ജില്ലയും. ഏറ്റവും കൂടുതൽ കാസർഗോഡ്, പിന്നെ കൊല്ലം. ഏറ്റവും കുറവ് മാറ്റം ഉണ്ടായിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കുറവ് കട്ട് ഓഫ് വർധനവ് ഉണ്ടായിട്ടുള്ളത് കോട്ടയത്താണ്. കോട്ടയത്താണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. വർധനവിന്റെ കാര്യം പറയുന്നത് പെർസെൻറ്റേജിൽ നോക്കുകയാണെങ്കിൽ കോട്ടയത്താണ്. ഇനി നമ്മൾ 2018 നിന്നും 20 മാറ്റം ഉണ്ടല്ലോ, അതേപോലെ ഒരു മാറ്റം 2024 ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അതിന് ഒരുപാട് കാരണമുണ്ട്. അത് നമുക്ക് നേരിട്ട് അങ്ങനെ ഒരു കട്ട് ഓഫ് പറയാൻ കഴിയില്ല. അതായത് ഇപ്പൊ 2024 ഇത്ര ശതമാനം കൂടിയത് കൊണ്ട് അത്ര വലിയൊരു മാറ്റം വന്നൊരു കാലഘട്ടമാണ് 2018 20 അപ്പൊ 20 24 അതുപോലെ ഒരു മാറ്റം പ്രവചിക്കാൻ കഴിയില്ല. അതിന് നമുക്ക് ആള് കൂടിയത് ഏത് രീതിയിലുള്ള ആളുകളാണ് മാറിയത്, എന്തുകൊണ്ടാണ് മാറിയത്, എത്ര അഡ്വൈസ് കഴിഞ്ഞ പ്രാവശ്യം നടന്നു, ഇവരൊക്കെ അങ്ങോട്ട് പോകാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2020 പോലെ 2024 ഒരു മാറ്റം വരികയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ആ ഒരു പെർസെൻറ്റേജിൽ ഒരു മാറ്റം വരികയായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നമുക്ക് 69.54 എന്നുള്ളൊരു മാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. 69 ഇത്ര വലിയൊരു കട്ട് ഓഫ് വരില്ല. ഞാൻ പറയുന്നത് 2018 ആരും നമ്മൾ 2020 വലിയൊരു കട്ട് ഓഫ് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ രീതിയിൽ ഒരു കട്ട് ഓഫ് ആണെങ്കിൽ 69.54 ആയിരിക്കും തിരുവനന്തപുരം. കൊല്ലം അത് 72.19 ആയിരിക്കും. പത്തനംതിട്ട 62 ആയിരിക്കും. ആലപ്പുഴ 63 ആയിരിക്കും. കോട്ടയം 57 ആയിരിക്കും. ഇടുക്കി 69, എറണാകുളം 69, തൃശ്ശൂർ 68, പാലക്കാട് 70, മലപ്പുറം 75, കോഴിക്കോട് 60, വയനാട് കോഴിക്കോട് 75, 70 മലപ്പുറം, വയനാട് 60, കണ്ണൂർ 74, കാസർഗോഡ് 70 എന്നിങ്ങനെ രീതിയിലായിരിക്കും. ഇവിടെ മലപ്പുറത്തായിരിക്കും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ 75 ഏത് ജില്ലയിലാണ്? കോഴിക്കോടാണ്, മലപ്പുറം അല്ല. 75 വന്ന 75% വന്ന കോഴിക്കോടായിരിക്കും ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ വെച്ച് നോക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടു, അഡ്വൈസ് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് ലിസ്റ്റ് തീരാൻ പോവുകയാണ്. ലിസ്റ്റ് തീരും എന്നുള്ളത് ഉറപ്പുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. സോ അത്തരത്തിലുള്ള വലിയൊരു കട്ട് ഓഫിലേക്ക് പോകില്ലെന്ന് നമുക്ക് ഉറപ്പായി. കാരണം ഇപ്രാവശ്യം PSC കോഴിക്കോടിൽ കൂടുതൽ ആളുകളെ പരിഗണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ 2020 നിന്ന് 2024 പോകുമ്പോൾ 8 മാർക്കിന്റെ ഡിഫറൻസ് ആണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. 8 മാർക്കിന്റെ ഡിഫറൻസ് ആണ് തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളത്. അതുപോലെ കൊല്ലത്ത് 8 മാർക്ക് 8.8 മാർക്ക്, പത്തനംതിട്ട 7 മാർക്ക് 7.7, ആലപ്പുഴ 7.6, കോട്ടയം 7.79,
ഇടുക്കി 7.04, എറണാകുളം 8.58, തൃശ്ശൂർ 8.58, പാലക്കാട് 8.44, മലപ്പുറം 8.68, കോഴിക്കോട് 9.24 മാർക്ക് കൂടി, വയനാട് 7.4, കണ്ണൂർ 9.1 മാർക്ക് കൂടിയിട്ടുണ്ട്, കാസർഗോഡ് 8.66. ഇത്ര രീതിയിലാണ് കട്ട് ഓഫ് 2020 നിന്ന് 2024 ഈ പറയുന്ന 2018 അപേക്ഷിച്ച് 2020 വന്ന മാറ്റം 2020 നിന്ന് 2020 വരികയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത്രയും വലിയൊരു കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു വാല്യൂ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ഇപ്പൊ അനലൈസ് ചെയ്തത് എന്താ വെച്ചാൽ ആ കട്ട് ഓഫിന്റെ ഒരു മാറ്റം, അതായത് സ്റ്റാൻഡേർഡ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ആളുകൾ മാറിയിട്ടുണ്ട്. അതായത് 2018 ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡിൽ നിന്നും എത്രയോ 2020 എത്തി. ഒരുപാട് കാരണമുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാരണം കൊറോണ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ കൊറോണ ഈ പ്രാവശ്യത്തെ വല്ലാതെ ബാധിക്കും. കാരണം 2020 കൊറോണ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതലായിട്ട് വന്നു. കൂടുതൽ അതുപോലെ സ്റ്റഡി സെന്റേഴ്സ് വന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൂടുതൽ ഓൺലൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് 2018 നിന്ന് 2020 മാറ്റം അത് തന്നെയാണ്. യൂട്യൂബുകളിലെ കണ്ടന്റ് വളരെയധികം വന്നിട്ടുണ്ടായിരുന്നു ആ എക്സാമുകളിൽ. കാരണം അതുവരെ ഒന്നും ഇത്തരത്തിലുള്ള സെന്റേഴ്സ് കുറവായിരുന്നു. അപ്പൊ ആ ഒരു ഫേസിൽ നിന്ന്, അതൊരു പ്രീ ഫേസ് ആയിരുന്നു, അതിൽ നിന്നൊരു മാറ്റമായിരുന്നു 2020 സൂചിപ്പിച്ചത്. അതുകൊണ്ട് 2020 നിന്ന് 2024 അത്ര വലിയൊരു ആ രീതിയിൽ തന്നെയുള്ള ഒരു ഡിഫറൻസ് വരില്ല. പക്ഷെ അതിന്റെ ഒരു പെർസെൻറ്റേജ്, ഒരു 50% ഡിഫറൻസ് ഇൻക്രീസ് എന്തായാലും ഉണ്ടാവും. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പൂണിമേൽക്കൂർ പോലെയുള്ള ട്യൂഷൻ സെന്റേഴ്സ്, സ്റ്റഡി സെന്റേഴ്സ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ വർദ്ധിച്ചു. അത് 2019 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 50% വർധനവുണ്ട്. സോ ആ ഒരു വർധനവ് നമ്മൾ കട്ട് ഓഫിലും കാണും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, മറ്റൊന്ന് ആളുകൾ, അതായത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കട്ട് ഓഫ് വളരെയധികം വർദ്ധിക്കാൻ പോകുന്നൊന്നുമല്ല. കാരണം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും 2018 2020 അപേക്ഷിച്ച് എല്ലാവരും അപേക്ഷിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. പണ്ട് TTCയോ BEdോ കഴിഞ്ഞാൽ പോലും എല്ലാവരും എക്സാം എഴുതുന്ന പ്രവണത കുറവാണ്. ഇപ്പോൾ കാരണം കുറെ ആളുകൾ പ്രൈവറ്റിൽ പോയി ജോലി നോക്കുക, പിന്നെ എക്സാമിലേക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. ഒരു രണ്ടാമത്തെ PSC ഒക്കെയാണ് എഴുതി തുടങ്ങുന്നത്. അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറി PSC കിട്ടുമ്പോഴേക്കും ഡിഗ്രി കിട്ടുമ്പോഴേക്കും ആദ്യം അപേക്ഷിച്ചിടണം, അല്ലെങ്കിൽ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി. അതായത് ഗവൺമെന്റ് ജോലിയുടെ ഒരു ആവശ്യകത കൂടി. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവും. അത് ജില്ല അറിഞ്ഞ് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ചില ജില്ലകളിൽ കട്ട് ഓഫ് കുറയും എന്നുള്ള രീതിയിലാണ് ആളുകൾ, അതായത് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഉള്ള ജില്ലകളിലേക്ക് ആളുകൾ പോയിട്ടുള്ളത്. അവിടെ പോയിട്ടുള്ളത് നമ്മൾ ആവറേജ്, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം പെട്ടെന്ന് ഒരു ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ പോയവരായിരിക്കും. ഇപ്പോൾ പാലക്കാടോ തിരുവനന്തപുരമോ കോഴിക്കോടോ അതുപോലെ കാസർഗോഡ്, കൊല്ലം ജില്ലകളിലൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയവരൊക്കെ കട്ട് ഓഫ് കുറയണമെന്നല്ല, പെട്ടെന്ന് ജോലി കിട്ടണം എന്നുള്ള രീതിയിലും റാങ്ക് ലിസ്റ്റിൽ മുകളിൽ ഇടം നേടണം എന്നുള്ള രീതിയിൽ പോയവരുണ്ട്. തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പാലക്കാടാണെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ മലപ്പുറത്ത് ഒരുപാട് വേക്കൻസി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് മലപ്പുറത്തേക്ക് പലരും കയറുന്നത്. ഈ സൗത്ത് കേരളയിൽ നിന്നുള്ളതും നോർത്ത് കേരളത്തിൽ നിന്നുള്ളവരും എപ്പോഴും കയറുന്ന ഒരു ജില്ലയാണ് ഈ മലപ്പുറം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യം അത് കോഴിക്കോട്, തൃശ്ശൂര്, കാസർഗോഡ് ഈ ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഒഴുക്ക് നടന്നിട്ടുള്ളത്. ഇടുക്കി, വയനാട് ഒക്കെ പഴയ പോലെ തന്നെയാണെന്ന് പറയാനുള്ളൂ. 50% അടുത്ത് വർധനവേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ എനിക്ക് തോന്നുന്നു ആവറേജ്, അതുപോലെ എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കടന്നുകൂടണം എന്നുള്ള ആളുകൾ അങ്ങോട്ട് പലായനം ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് എൻ്റെ സ്റ്റഡിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. സോ അതിൽ നിന്ന് അപ്പോൾ ഈ ഇൻക്രീസ് ഓഫ് ആളുകൾ കൂടിയതിനൊരു നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കൊടുക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടു കോഴിക്കോടിൽ നിന്ന് ഒരുപാട് പേർക്ക് ജോലി കിട്ടി, ലിസ്റ്റ് കഴിയാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റ് പെർസെൻറ്റേജ്, അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് ജോലി കിട്ടിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ലിസ്റ്റിന്റെ വ്യാപ്തിയും കട്ട് ഓഫും മാറും. അതിനും ഒരു വാല്യൂ പോയിന്റ് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ 18 നിന്ന് 20 മാറ്റം, 20 നിന്ന് 20 മാറ്റത്തിന് ഒരു വാല്യൂ പോയിന്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഫൈനലി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിലവാരം നോക്കുമ്പോൾ മുമ്പ് നടന്ന നിലവാരത്തിന്റെ അതേ ലെവലാണ്. ഒരിക്കലും ഹൈ ലെവലിലേക്കൊന്നും പോയിട്ടില്ല, എന്നാൽ ലോ ലെവലിലാണ്. അപ്പോൾ അത് ഈ ഒരു എക്സാമിന് കാര്യമായിട്ട് ഡിഫറൻസ് കൊണ്ടുവരാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഈ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ നോളജ് ലെവൽ കൂടി പഠിക്കാൻ നന്നായിട്ട് തുടങ്ങി എന്നുള്ളതിന് കവച്ചുവെക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നു എന്നുള്ളത്. അപ്പൊ അതും ഇതും കൂടി ചേരുമ്പോൾ ന്യൂട്രൽ ആവും എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ബാക്കിയുള്ള രീതിയിലുള്ള ആളുകളുടെ കുത്തിയൊഴുക്കും ഈ പറയുന്ന 2018 നിന്ന് 2020ലേക്കുള്ള മാറ്റങ്ങളും പിന്നെ ലിസ്റ്റിൽ നിന്ന് പോയ കഴിഞ്ഞ ലിസ്റ്റ് അഡ്വൈസ് ചെയ്തതും ഈ ലിസ്റ്റിൽ വരാൻ പോകുന്ന അഡ്വൈസ് സാഹചര്യങ്ങളും ഇപ്പൊ നിലവിലെ മറ്റുള്ള സാഹചര്യങ്ങളും മാത്രമാണ് ഇതിനെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉയർന്ന കട്ട് ഓഫ് എത്ര വരാം, താഴ്ന്ന കട്ട് ഓഫ് എത്ര വരാം എന്നുള്ളതാണ് ഇതിൽ നിന്നും ഓരോ വാല്യൂ പോയിന്റ് എടുത്ത് നമ്മൾ എടുത്തു നോക്കിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അത് എത്ര വരും നോക്കാം. ഓരോ ജില്ല വൈസ് ഞാൻ ഹൈ ലെവൽ കട്ട് ഓഫ്, ലോ ലെവൽ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നോക്കാം. തിരുവനന്തപുരം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 64.07നും 67.07നും ഇടയിലുള്ള മാർക്കായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരാൻ പോകുന്നത്. ഇത് ഒരു ഷുവറാണ്. ഇതിന് മുകളിൽ കട്ട് ഓഫ് എന്തായാലും വരില്ല. ഈ 67.07ന് മുകളിലേക്ക് കട്ട് ഓഫ് കൂടാൻ പോകുന്നില്ല. അത് ഷുവറാണ്. അടുത്ത കൊല്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ 62.9നും 45.9നും ഇടയിലായിരിക്കും. അതും ഷുവറാണ്, മാറില്ല. പത്തനംതിട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ 56നും 56.66നും 59.66നും ഇടയിലുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും. അടുത്തത് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ 60.86നും 63.86നും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും ആലപ്പുഴയിൽ വരാൻ പോകുന്നത്. അടുത്ത കോട്ടയം 58.94നും 61.54നും ഇടയിലുള്ള കട്ട് ഓഫ് ആയിരിക്കും കോട്ടയത്തും വരാൻ പോകുന്നത്. അടുത്തത് ഇടുക്കിയിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വരാൻ പോകുന്ന ജില്ലയായ ഇടുക്കിയിൽ 53.22നും 56.22നും ഇടയ്ക്കായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത്. അടുത്തത് എറണാകുളം 62.47നും 65.47നും ഇടയ്ക്കായിരിക്കും എറണാകുളത്തെ കട്ട് ഓഫ്. അടുത്ത തൃശ്ശൂർ 63.69നും 66.69നും ഇടയ്ക്കായിരിക്കും തൃശ്ശൂരിലെ കട്ട് ഓഫ്. പാലക്കാട് 61.83നും 64.83നും ഇടയ്ക്കായിരിക്കും പാലക്കാടിലെ കട്ട് ഓഫ്. മലപ്പുറം 62.92നും 65.92നും ഇടയ്ക്കായിരിക്കും മലപ്പുറത്തെ കട്ട് ഓഫ് വരാൻ പോകുന്നത്. അടുത്തത് കോഴിക്കോട് 64.68നും 67.68നും ഇടയ്ക്കായിരിക്കും കോഴിക്കോടിലെ കട്ട് ഓഫ്. പുതിയൊരു കട്ട് ഓഫ് വരാൻ പോകുന്ന ജില്ല കോഴിക്കോട് തന്നെയായിരിക്കും. പിന്നെ വയനാട് 55.8നും 58.8നും ഇടയ്ക്കായിരിക്കും വയനാട് രണ്ടാമത് കുറവ് വരാൻ സാധ്യതയുള്ള ഒരു ജില്ല. അടുത്തത് കണ്ണൂർ 64.33നും 67.33നും ഇടയ്ക്കായിരിക്കും കണ്ണൂർ പ്രാവശ്യം നന്നായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാസർഗോഡും അതുപോലെ 61.34നും 64.34നും ഇടയ്ക്കായിരിക്കും കണ്ണൂരിലും വരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ആവറേജ് കട്ട് ഓഫ് പറഞ്ഞിരുന്നു സ്റ്റേറ്റിന് 60ന്റെ മുകളിലായിരിക്കും എന്നുള്ളത്. ഇനി നിങ്ങൾ ഏത് ആരുടെ അനലൈസ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ കട്ട് ഓഫ് 60ൽ താഴെ വരാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. 63ന്റെ താഴെയാണ് ഇതിന്റെ ഒരു ആവറേജ് കട്ട് ഓഫ് എന്ന് പറയാൻ പോകുന്നത്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഒരു 60ന് മുകളിലായിരുന്നു കട്ട് ഓഫ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിയാലും കൂടിയൊരു ആവറേജ് വരാൻ പോകുന്നത് 63.98ും കുറഞ്ഞത് 60.98. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യവും ഇന്നത്തെ കാര്യവും ഈ ഒരു സയന്റിഫിക് എവിഡൻസ് നമ്മൾ അനലൈസ് ചെയ്ത കാര്യം സെയിം ആയില്ലേ? അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനൊരു വാല്യൂ ഉണ്ട്. സോ ഈ ഒരു ഫൈൻഡിങ്സ് വെറുതെ വായിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യമല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ 60.98നും 63.98നും ഇടയ്ക്കായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടിയൊരു കട്ട് ഓഫ്, ഇതിലും ഈ കട്ട് ഓഫും ഇഷ്ടപ്പെടാത്തവർക്ക് പറയാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് ഞാൻ പറഞ്ഞുതരാം. ഹൈ കട്ട് ഓഫ്. ഈ ഹൈ കട്ട് ഓഫ് അതിന്റെ മുകളിൽ ഈ ഹൈ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ ഈ ഹൈ കട്ട് ഓഫ് അല്ല, സോറി, ഇത് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറി ഈ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100%, ഈ മാർക്കിന് മുകളിൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും. അത് തിരുവനന്തപുരത്ത് 70 മാർക്കോളമാണ്. അങ്ങനെ ഓരോ ജില്ലയിലും ഈ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അവിടെ നമുക്ക് ഇവിടെ ആവറേജ് 63 64 കിട്ടിയിട്ടുള്ളത്. ഇവിടെ 67 ആവറേജ് വന്നിട്ടുണ്ട്. അത്ര മാറ്റം വരില്ല, അത് ഉറപ്പാണ്. ഈ ഒരു കട്ട് ഓഫിന്റെ ഉള്ളിൽ ഈ 67, ഈ ഹൈ കട്ട് ഓഫ് നോക്കിയാൽ മതി. 2024 67.07 തിരുവനന്തപുരം, അതുപോലെ
കൊല്ലം 65.9, പത്തനംതിട്ട 59.66, ആലപ്പുഴ 63.86, കോട്ടയം 61.94, ഇടുക്കി 56.22, എറണാകുളം 65.47, തൃശ്ശൂർ 66.69, പാലക്കാട് 64.83, മലപ്പുറം 65.92, കോഴിക്കോട് 67.68, വയനാട് 58.80, കണ്ണൂർ 67.33, കാസർഗോഡ് 64.34. ഇത് ഷുവറാണ്. ഈ കട്ട് ഓഫിന് മുകളിൽ ഉയരില്ല എന്നുള്ളത് ഷുവറാണ്. ഇതിന് മുകളിൽ ഉയരില്ല എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. ആവറേജ് കട്ട് ഓഫ് നമുക്ക് 64 മാർക്കിന് മുകളിൽ എങ്ങനെയാണെങ്കിലും ഈ എക്സാമിന് കൂടില്ല. സോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ മാർക്ക് കിട്ടുന്നുള്ളവരൊക്കെ എന്ത് ചെയ്യാം, അടുത്ത ലക്ഷ്യം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഇനി ഈ ഒരു കട്ട് ഓഫിൻ്റെ ഉള്ളിൽ വരാത്തവർ ഇനി എക്സാമുകളുണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇതും കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ LPSC ഇതിലുള്ളവരുണ്ടാവും. LPSCക്ക് പഠിക്കുകയാണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൻ്റെ കട്ട് ഓഫ് നോക്കി അതിൻ്റെ അനാലിസിസ് നോക്കി കുത്തിരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇത് ഇന്നത്തോടു കൂടി നിങ്ങളുടെ അനലൈസും കട്ട് ഓഫ് കാണലൊക്കെ തീരണം. നാളെ നിങ്ങൾ വീണ്ടും പഠിച്ചു തുടങ്ങുക, അല്ലാതെ ഇതുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇതിൽ സേഫ് ആയവർ ആശ്വാസത്തോടു കൂടി ഇരിക്കുക, അല്ലാത്തവർ മാക്സിമം അടുത്ത എക്സാമുകൾക്ക്. LP ഇല്ലാത്തവർക്ക് LDC ഉണ്ട്, ഇനി ഡിഗ്രി ലെവൽ പ്രിലിമ് കഴിഞ്ഞവർക്ക് മെയിൻ ഉണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തിൽ ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്നുണ്ട്. ഒരു എക്സാം ഒന്നിൻ്റെയും ഒരു തോൽവി ഒന്നിൻ്റെ അവസാനമല്ല, ഒരു ജയവും ഒന്നിൻ്റെയും അവസാനമല്ല. കാരണം ഇതോടുകൂടി ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഈ ലിസ്റ്റ് എന്നാ തുടങ്ങാൻ പോവുക? ഈ ലിസ്റ്റ് ഇപ്രാവശ്യം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് തീരുമ്പോഴേക്കിന് 2025 ആവില്ലേ? അപ്പോഴേ ഈ ലിസ്റ്റ് തുടങ്ങുള്ളൂ. അപ്പോൾ അത്രയും സമയമുണ്ട്. ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വേറെ ഇതിലേറെ ഇപ്പോൾ ഇതിൽ 60, ഞാൻ പറഞ്ഞ പോലെ 70-ൻ്റെയും 80-ൻ്റെയും മുകളിൽ മാർക്കുള്ളവർ അടുത്ത എക്സാമുകൾക്ക് പരിശീലിക്കുക. ഇതിലും നല്ല ജോലിയിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അതാണ് നമ്മുടെ മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് ലിസ്റ്റിൽ കയറി നമുക്ക് സമാധാനത്തോടു കൂടി ഇരിക്കാം. ഓരോന്നായിട്ടും ഓരോ ജോലി, ഇഷ്ടമുള്ള ജോലി നമുക്ക് സെലക്ട് ചെയ്യാം. സോ എല്ലാവർക്കും വിജയാശംസ നേരുന്നു. എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയാം, ഒരു 3-4 ചോദ്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് PSC ആണ്, നമുക്കറിയില്ല. ചിലപ്പോൾ കട്ടാക്കാം, ചിലപ്പോൾ കട്ടാക്കില്ല. മാക്സിമം ഒരു 4-5 മാർക്കിലപ്പുറം കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 മാർക്കൊക്കെ കുറവ് ഉണ്ടാവും, 1 മാർക്കിൻ്റെ ഒക്കെ കുറവുണ്ടാവും. അതിലപ്പുറം വലിയൊരു മാറ്റം വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. സോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്നായിട്ട് മാർക്ക് കിട്ടട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കട്ട് ഓഫ് തന്നെ വരട്ടെ. PSC കൂടുതൽ ആളുകളെ എടുക്കാനും ഈ വരുന്ന വർഷങ്ങളിൽ 2025 മുതൽ 28 വരെയുള്ള വർഷങ്ങളിൽ കൂടുതൽ വാക്കൻസി വരട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, ഇത് ശരിയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഡാറ്റാസ് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അത് നമുക്ക് തിരുത്താം. ചിലപ്പോൾ ഡാറ്റാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം ഒരു ദിവസം കൊണ്ട്. ഇപ്പോൾ എടുത്ത ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് യഥാർത്ഥത്തിൽ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇത് ശരിയാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ അടിച്ച് അമർത്തിക്കും. ഒരു പ്രാവശ്യം അമർത്തി, അത് 2 പ്രാവശ്യം അമർത്തുന്ന, ഒരൊറ്റ പ്രാവശ്യം അമർത്തുക. നിങ്ങൾ മാക്സിമം ലൈക്ക് തരിക. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. ഈ എഫേർട്ടിന് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാക്സിമം ആളുകളിലേക്കും ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക. ഇത് പക്ക സയന്റിഫിക് ആണ്, പക്ക അനലൈസിസ് ആണ്. ഈ ഒരു മാർക്കിന്റെ മുകളിൽ കട്ട് ഓഫ് പോവില്ല. ബാക്കിയുള്ളവർ 60-90 പറഞ്ഞോട്ടെ, അതിന്റെ പുറകെ നിങ്ങൾ പോകേണ്ട. കട്ട് ഓഫിന്റെ മുകളിൽ പോവില്ല എന്നുള്ള ആശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ബാക്കിയുള്ള പഠനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ ദിവസവും ഓരോ കട്ട് ഓഫ് വരും. ചിലർ 75-ന്റെ മുകളിൽ കട്ട് ഓഫ് പറയും, 80-ന്റെ മുകളിൽ കട്ട് ഓഫ് വരും. അതൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ കട്ട് ഓഫിന്റെ അപ്പുറം വരാൻ പോകുന്നില്ല. എങ്ങനെ നോക്കിയാലും ഈ കട്ട് ഓഫിന്റെ ഉള്ളിലേ വരും. അതുകൊണ്ട് നിങ്ങൾ ഇനിയും കട്ട് ഓഫുകൾ നോക്കി നടക്കാതെ അടുത്തുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക. സോ എല്ലാ ഭാഗങ്ങളും നേരുന്നു. പറഞ്ഞ മാതിരി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ ഇട്ടിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള അനാലിസിസുകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത്. സോ അതിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുക. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല. ആ നമ്പറിൽ അതിലൊന്ന് ലൈക്കിലൊന്ന് അടിച്ചാൽ മാത്രം മതി. സോ നിങ്ങൾക്ക് വാല്യൂവിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് കിട്ടിയെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ് ഓരോന്നിനും എത്ര പോയിന്റ് എടുത്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്.
ഇത് മാത്സ് ക്ലാസ് അല്ലല്ലോ, ഇതൊരു അനാലിസിസ് ആണ്. സോ ഇതിൽ ആളുകൾക്ക് അറിയേണ്ട ഒരു അവസാനത്തെ കട്ട് ഓഫ് മാത്രമാണ്. അവസാനത്തെ പോർഷനിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി തരണം. അതിനാണ് ഇത്രയും വലിയൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ഡാറ്റാസും വാല്യൂസും ഒക്കെ ഇട്ട് അതിൽ നിന്ന് എടുത്ത് മോൾഡ് ചെയ്തെടുത്ത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാനിപ്പോൾ ഒരു 64 മുതൽ 67 ആയിരിക്കും തിരുവനന്തപുരത്ത് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നത്. സോ ഇത് ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കാം. ഇനി അതിൽ നിന്ന് ഓരോ വാല്യൂ പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ, അവർക്ക് മനസ്സിലാക്കി തരാം. സോ നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.